പല സാഹചര്യത്തിലും നോ എന്ന് പറയണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ യെസ് എന്ന് മൂളി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഞാൻ എങ്ങനെ ഒരു കുറ്റബോധമില്ലാതെ, ഭയമില്ലാതെ ബൗണ്ടറീസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെക്നിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നോ എന്ന് പറയാൻ പഠിക്കുന്നത് ഒരിക്കലും ഒരു ധിക്കാരമല്ല. പകരം നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് യെസ് എന്ന് പറഞ്ഞ് എക്സോസ്റ്റഡ് ആയി നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ കഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും പൊളൈറ്റ്നെസ് അല്ല. അത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന്റെ വോണ്ടാകാം. അതായത് ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ഇന്നർ സെൽഫിലുണ്ടായ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നോ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പലയിടത്തും റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. നോ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ധിക്കാരമുള്ള കുട്ടിയാണ് എന്ന് പേര് വാങ്ങിയിരിക്കാം. നോ എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വഴക്ക് പറഞ്ഞിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട്, നോ എന്ന് പറഞ്ഞാൽ എന്നെ മറ്റുള്ളവർ വഴക്ക് പറയും, അല്ലെങ്കിൽ ഞാൻ നല്ല വ്യക്തിയല്ല എന്ന് മറ്റുള്ളവർ തീരുമാനിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള വിശ്വാസം, അതായത് ആ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നോ പറയാൻ പേടിയാവുന്നത്. നിങ്ങൾ വിചാരിക്കും നോ പറഞ്ഞ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്ന ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂവായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടെക്നിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു മിറർ ടെക്നിക്കാണ്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇന്നർ സെൽഫിനോട്, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് ഇങ്ങനെ പറയാം: നിനക്ക് നോ എന്ന് പറയാൻ പെർമിഷൻ ഉണ്ട്. നീ നോ എന്ന് പറയുന്നത് കൊണ്ട് മോശമായ വ്യക്തി ആവുകയില്ല. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. നീ എന്നോടൊപ്പം സേഫ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു റീപേരന്റിംഗ് ആണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് കൊടുക്കുന്നത്. ഒരു അഷുറൻസ്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നീ എന്നോടൊപ്പം സേഫ് ആണ് എന്നുള്ള ആ അഷുറൻസ് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് നിങ്ങൾ ഒരു പേരന്റ് പോലെ കൊടുക്കുക. എപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് നോ പറയാൻ കഴിയുകയില്ല. കാരണം ഒരുപാട് സമയം നിങ്ങൾ ആ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്ന വ്യക്തിയാവാം. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് നോ പറയാൻ കഴിയുകയില്ല. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് ആണ്. അതായത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റുകയില്ല എന്ന് ഒരു അസേർട്ടീവ് രീതിയിൽ എങ്ങനെ പറയാം എന്ന് ഓൾറെഡി ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക. എക്സാമ്പിൾ പറയാം: എനിക്ക് ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ആ കാരണം ഓപ്ഷണൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ആ ടെംപ്ലേറ്റ് പറഞ്ഞാൽ അത് ഒരു അസേർട്ടീവ് രീതിയിൽ മറ്റുള്ളവരിലേക്ക് ആ ഇൻഫർമേഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുവാൻ കഴിയും. അപ്പോൾ എക്സാമ്പിൾ വീണ്ടും പറയാം: ഈ വീക്കെൻഡിൽ എനിക്ക് വർക്ക് ചെയ്യുവാൻ കഴിയില്ല. കാരണം എനിക്ക് ഓൾറെഡി മറ്റ് കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. എനിക്ക് ഈ പ്രോജക്റ്റിൽ എക്സ്ട്രാ ടൈം ചെലവഴിക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് മറ്റു വർക്കുകളുണ്ട്. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് വഴി നിങ്ങൾക്ക് നോ എന്ന കാര്യം ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ടെക്നിക്ക് ജേർണലിംഗ് ആണ്. എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങളൊരു ഡയറിയും ഒരു പെന്നും എടുത്തുകൊണ്ട് അതിൽ 3 കോളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഹെഡിങ്ങില് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത ആ കാര്യം, നിങ്ങൾ ബൗണ്ടറി, രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത കാര്യം, മൂന്നാമത്തെ കോളത്തിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ 3 കോളത്തിലും നിങ്ങൾ ഹെഡിങ് എഴുതിയതിനു ശേഷം ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തത്, നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം, അതുപോലെ നെക്സ്റ്റ് ടൈം നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളും എഴുതി ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് വീണ്ടും വായിച്ചു നോക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുവാൻ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.